ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ്. നമുക്കൊന്ന് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കിയല്ലോ. ഒരു ചെറിയൊരു പരീക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ വീട്ടിൽ കൂടെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/8 ഉപ്പ്, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, പിന്നെ 1/4 കപ്പ് എണ്ണ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു മുട്ട, പിന്നെ വേണ്ടത് സൂപ്പർ റെഡ് കളറ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലുണ്ട്. പിന്നെ വെച്ചാൽ 2 കേക്കാണ് ഞാൻ ഉണ്ടാക്കണേ, അതുകൊണ്ടാണ്. പിന്നെ വാനില എസൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. പിന്നെ അതിലേക്ക് വേണ്ട സംഭവമാണ് വെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊടിച്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് പീറ്റ് ചെയ്യാം. വാനില എസൻസ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പീറ്റ് ചെയ്യാം. നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പീറ്റ് ചെയ്യാം. പഞ്ചസാരക്ക് ഇട്ട് കൊടുത്തു നമുക്ക് പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നന്നായി പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ 2 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണ്ടേ. ബട്ടർ മെൽറ്റ് ചെയ്തത് 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ, 1/4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. 1/4 ടീസ്പൂൺ അല്ല, സോറി, 1/4 കപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പീറ്റ് ചെയ്യാം. എണ്ണ വെച്ചിട്ട് അധികം നേരം നമുക്ക് പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് ലിക്വിഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ, റെഡ് കളറ്. നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറേശ്ശായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചെടുക്കണം. കുറച്ച് വെച്ചെടുത്താൽ മതി. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ലേശം വിനാഗിരി ചേർക്കണം കേട്ടോ. കളർ ചേർക്കണ കാരണം വിനാഗിരി നമ്മൾ ചേർക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. പാക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ട്രേയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മാത്രം ഒഴിച്ചെടുക്കുകയാണ് ചെയ്യണം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം. പാറ്റ് തയ്യാറായത് ഓവനിലേക്ക് വെച്ചെടുക്കാം. ഓവനിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓവനിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. 30-35 മിനിറ്റ് കേക്കിലേക്ക് കുറച്ച് ചീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുണ്ട് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ വെള്ളം, പിന്നെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്ക് പിരിക്കാം. പാൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കാം. പിരിക്കുകയാണ് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടി ഒഴിച്ചെടുക്കേണ്ടി വരും. ഇത് പിരിഞ്ഞു തുടങ്ങി. നമുക്കിത് വെള്ളത്തുണിയിലേക്ക് മാറ്റുന്ന മുകളിലേക്ക് നമ്മൾ വെള്ളത്തുണി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ അത് വെച്ചെടുത്തു. നമുക്കിനി ഈ തുണിയിലെടുത്തിട്ട് ഒന്ന് പിരിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്തേക്ക് നമ്മുടെ ഫ്രീസറിൽ വെക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ വെള്ളം ബാക്കി. ഇത് ആരോഗ്യമുള്ളതാണ്, പക്ഷെ ഇത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മിക്സിയിലിട്ടുണ്ട്. നമുക്ക് പൊടിച്ചത് ചീസ് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 2 3 4. പിന്നെ 2 ടീസ്പൂൺ വെള്ളം. 2 സോറി കേട്ടോ, 1.5 ടീസ്പൂൺ. ഇതൊന്ന് നമുക്ക്
പേസ്റ്റ് പോലെ ചീസ് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ടത് ഫ്രീസറിൽ 2 കേക്ക് ആയിട്ടുണ്ട്. നമ്മൾ 2 കേക്ക് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സിറപ്പ് ക്രീം ഉണ്ടാക്കി ചീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് 2 കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം എടുത്തുണ്ട്. നമുക്ക് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ചീസ് ക്രീം ഉണ്ടല്ലോ, ഇത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് ആഡ് ചെയ്തണ്ടേ, ഒന്ന് ഫുള്ളായിട്ട് ആഡ് ചെയ്തു ബീറ്റ് ചെയ്യാൻ കേട്ടോ. ക്രീം ചീസൊക്കെ ചെല്ലുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീറ്റ് ചെയ്തിട്ടുണ്ട്. ബോർഡർ അതിൻ്റെ മുകളിൽ ലക്ഷം ക്രീം പറ്റണം ചെയ്യണം കേട്ടോ. നമ്മൾ ലെയർ വെച്ച് ഇതിപ്പോൾ നമുക്ക് ഐസ് ചെയ്ത് ഒരു ലെയർ ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത ലെയർ വെക്കാം. അടുത്ത ലെയർ വെച്ചാൽ നമുക്ക് ഇതും പഞ്ചസാര ഷുഗർ ഒഴിക്കാട്ടോ. സോറി, പഞ്ചസാര ഷുഗർ അല്ല, ഷുഗർ ലൈന് ഒഴിക്കാട്ടോ. എന്നിട്ട് ഐസിങ് ചെയ്തെടുക്കാവേ. രണ്ടാമത്തെ ലെയർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെയർ നമുക്ക് ഇതുപോലെ ഐസ് വെച്ച് നമ്മളൊരു കേക്ക് ആയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. രണ്ടാമത്തെ കേക്കും നമ്മൾ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ ലെയർ മാറ്റിയതാണ് കേട്ടോ. അത് കുക്കീസിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ആകെ 4 എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 6 എടുത്തു. രണ്ടാമത്തെ 3 4 എടുത്തേക്കണേ. നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെക്കാനാണേ. 4 ഹാർട്ട് പീസുകൾ പൊടിച്ച് പൊടിയാണ്. നമ്മൾ കേക്കിൻ്റെ ലെയർ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് പൊടിച്ചു തുടങ്ങിയതായിട്ടോ. പൊടിച്ചിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് പൊടിച്ചിട്ട് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ലെയർ ഉണ്ടല്ലോ, അത് കൊടുക്കാം. നമ്മൾ പൊടിച്ച കേക്കിൻ്റെ ഇതുണ്ടല്ലോ ലെയർ, അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ 10-15 മിനിറ്റ് മതി ചൂടാക്കാൻ. നമുക്കിതായിട്ടുണ്ട്. നമുക്കിത് മിക്സഡ് ചാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ പൊടി കേക്കിൻ്റെ മുകളിൽ എടുത്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രം കൊണ്ട് ഇത് മൂടി കൊണ്ട് ചെറിയൊരു പാർട്ട് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മുടെ പൊടി കൊടുക്കണേ. അപ്പോൾ അതവിടെ വെച്ചു. അതിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ പൊടിച്ച ലെയറിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കൊടുക്കണം കേട്ടോ ചെയ്യണേ. ഇത് ഞാനൊരു പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആരും തെറ്റിരിക്കരുത്, ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണേ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് 2 സൈഡിലായിട്ട് ഞാൻ ഇത് കൊടുക്കണം കേട്ടോ ആ പൊടി. ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നേക്കണേ. ചെറിയൊരു കേക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നേക്കണേ. എന്നതായ ഐഡിയ അനുസരിച്ച് ഞാൻ ചെയ്തതാണേ. നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ എത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.